ഹലോ ജൂസഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വർഷ ശ്രീകാന്തിനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. എങ്ങനെയെങ്കിലും സ്വത്തെല്ലാം നിങ്ങളുടെ പേരിലാക്കിയെടുക്കണമെന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൈവിട്ടു പോകുമെന്നും ഇതിൻ്റെ അവകാശികളിലൊന്ന് വിക്രമാവുമെന്നും പറയാണ്. പിന്നീട് കാണിക്കുന്നത് വേദയുടെ റൂം അടിച്ചു വാരാൻ വേണ്ടി വന്ന നന്ദിനിയാണ്. നന്ദിനിയോട് ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുകയാണ് വേദ പറയുന്നത് കേട്ട് മുറി അടിച്ചു വാരാതെ ദേഷ്യം പിടിച്ച് പോവാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന ശ്രീനിവാസനെയാണ്. അപ്പോഴാണ് അവിടേക്ക് വിക്രം വരുന്നത്. ശ്രീനിവാസന്റെ നിർബന്ധപ്രകാരം ശ്രീനിവാസന്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് വിക്രം. സുധ വിക്രമിനോട് കാര്യങ്ങളെല്ലാം പറയാണ്. നീ ഇനി പുറകോട്ട് നിൽക്കരുത് എന്നും നീ ഇല്ല എന്നറിഞ്ഞിട്ട് ആളുകൾ ചിട്ടിപ്പൈസ ഒന്നും തരുന്നില്ല എന്നും പറയാണ്. ഇത് കേട്ട വിക്രം പറയുന്നുണ്ട്, ഇനി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ വിക്രമിനെയാണ്. വിക്രമിനെ കണ്ടതും കമല പറയുന്നുണ്ട് വേദയ്ക്ക് കാലിൽ രാത്രി തൈലം ഇട്ട് കൊടുക്കണമെന്ന്. എന്നാൽ ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ റൂമിലേക്ക് പോവാണ് വിക്രം. പിന്നീട് കാണിക്കുന്നത് സുധാകരനും കമലയും സംസാരിക്കുന്നതാണ്. സുധാകരൻ വേദയുടെ കാലിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അവൾക്ക് കുറവില്ലെങ്കിൽ നാളെ തന്നെ ഡോക്ടറെ കാണിക്കണമെന്നും പറയാണ്. ഇത് കേട്ട് കമല പറയുന്നുണ്ട് 2 ദിവസം തൈലമിട്ട് ശരിയാവുന്നതേ ഉള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് വേദയ്ക്ക് കാലിൽ തൈലം പുരട്ടി കൊടുക്കുന്ന വിക്രമിനെയാണ്. ഇതോടുകൂടി പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.